ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് സോയ ചങ്ക്സ് വെച്ചിട്ട് ഒരു അടിപൊളി ഫ്രൈ ആണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. ഫ്രൈ എന്ന് പറഞ്ഞാൽ മസാല ഫ്രൈ ആണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാൻ ഒരു 2 കപ്പോളം ചെറിയ സോയയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ചെറിയ മണികളാണിത്. ഇതൊരു കപ്പ് വെള്ളത്തിൽ ഞാൻ ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇത് ചൂടായ ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി വെള്ളം തണുത്ത് കഴിഞ്ഞതിന് ശേഷം ഇതിൽ വെള്ളമെല്ലാം ഞെക്കി പിഴിഞ്ഞിട്ട് നമ്മൾ എടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം കേട്ടോ. ഒരു വട്ടം ഞാനിത് ഇങ്ങനെ ചെയ്തപ്പോഴേ പെട്ടെന്ന് ഞാനത് മറന്നുപോയി പിഴിഞ്ഞെടുക്കാനായിട്ട്. പക്ഷേ അടികട്ടിയുള്ള ചട്ടിയൊക്കെ ആണെങ്കിൽ ഇതിലെ വെള്ളം നമുക്ക് വറ്റിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അല്ലെങ്കിൽ ഇതാകെ കടിക്കുമ്പോൾ നമുക്ക് വായിലേക്ക് ആദ്യം വെള്ളം ഔട്ടാ വരിക. അതുകൊണ്ട് മറക്കാതെ തന്നെ ഇത് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക കേട്ടോ. ഇപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് 3 സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയും ഒരു 3-4 വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ. ഇത് ചപ്പാത്തിക്കും അതുപോലെ തന്നെ ചോറിനും കൂടെ രണ്ടിൻ്റെ കൂടെയും ഒരുമിച്ച് നമുക്ക് കഴിക്കാൻ പറ്റണ ഒരു ഡ്രൈ ആയിട്ടുള്ള റോസ്റ്റാണ് കേട്ടോ. നമ്മുടെ ബീഫൊക്കെ പോലെയുള്ള ഒരു റോസ്റ്റാണ് കേട്ടോ ഇത്. ഇപ്പം ഞാൻ സവാളയും പച്ചമുളകും ഇഞ്ചിയും വേപ്പിലയും വെളുത്തുള്ളിയും ഒക്കെ നന്നാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇഞ്ചിയും അതുപോലെ വെളുത്തുള്ളിയും നന്നായിട്ട് ചതച്ചെടുക്കുക കേട്ടോ. ഇനി ഞാനിത് വെക്കാനായിട്ട് എടുക്കുന്നത് ഒരു മൺചട്ടിയാണ് കേട്ടോ. മൺചട്ടിയിലേക്ക് ഞാൻ ഈ അരിഞ്ഞു വെച്ച ഇതെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നീടാണ് ഞാനിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. കാരണം ആദ്യം വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ ചട്ടി ആകെ പുകഞ്ഞ് വരുന്നത് പോലെ വരാറുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ രണ്ടാമത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തത്. പിന്നെ ഈ സവാള വേഗം വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സവാള നന്നായിട്ട് വഴന്നു വരും. പിന്നെ ഇതേ ഈ സവാള ഇപ്പോൾ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് വഴന്ന് വരുമ്പോൾ നമുക്കിനി ഇതിലേക്ക് ആവശ്യമായ മസാല പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് ഞാനൊരു 1.5 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ചതച്ച മസാല, അതായത് മുഴുവനായിട്ടുള്ള മസാലയില്ലേ പൊടിക്കാത്തത്, അത് ചതച്ച മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ പൊടിച്ചതാണെന്ന് വെച്ചെങ്കിൽ അതിട്ട് കൊടുക്കാം കേട്ടോ. വേണമെങ്കിൽ ചിക്കൻ പൗഡർ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ അതിട്ട് കൊടുക്കാം കേട്ടോ. ഈ മസാലകളൊക്കെ ഒന്ന് വഴറ്റി വരുമ്പോൾ ഞാനിതിലേക്ക് 2 തക്കാളി നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുത്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ നന്നായിട്ട് ഇട്ട് ഇളക്കിയിട്ട് എണ്ണ തെളിഞ്ഞ് വരണം കേട്ടോ. തക്കാളിയൊക്കെ വെന്ത് എണ്ണ തെളിഞ്ഞ് വരണം. അപ്പോൾ നമ്മളിതിലേക്ക് ഒരു 1/4 ഭാഗം ചെറുനാരങ്ങയുടെ ജ്യൂസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം ചേർത്ത് വഴറ്റിയെടുത്ത ശേഷം ഇതിലേക്ക് ഞാനിപ്പോൾ സോയ ചങ്ക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റോളം ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് വേവിക്കാൻ വെക്കുക കേട്ടോ. അപ്പോൾ ഈ സോയയിലേക്ക് എരിവും പുളിയും ഉപ്പും എല്ലാം കൂടി പിടിച്ച് കിട്ടും കേട്ടോ. പിന്നെ ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതേ കണ്ടായത് നല്ല ബീഫ് വരട്ടിയ പോലെ നല്ല ഡ്രൈ റോസ്റ്റായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒരുപോലെ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.